നമുക്ക് അബിയുടെയും ജാനകിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ. ഇനിയിപ്പോൾ അബിയുടെയും ജാനകിയുടെയും വീട് അധിക ദിവസമൊന്നും ഇല്ല കേട്ടോ. ഏകദേശം ക്ലൈമാക്സിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു, ഒടുവിൽ വസുന്ധരേനെ തമ്പിയെ കാണാനായിട്ട് അപർണ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപർണയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഉദ്ദേശം മാനനഷ്ട കേസ് കൊടുക്കണം, അതും രാധാമണിക്കൊക്കെ എതിരായിട്ട്. അപ്പം രാധാമണി കള്ളപ്പരാതിയാണ് കൊടുത്തത്. കള്ളപ്പരാതി കൊടുത്ത് തൻ്റെ അച്ഛനെ അകത്താക്കാൻ ശ്രമിച്ചു. ഇനിയിപ്പം കള്ളപ്പരാതിയാന്ന് കോടതി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ രാധാമണിക്ക് ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് രാധാമണി അച്ഛന് അനുകൂലമായിട്ടൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഡയലോഗുകളൊക്കെ വിടുവാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വസുന്ധര പറഞ്ഞു, മോളെ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യാനും പോണ്ട. അവർക്കറിയാലോ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യാൻ പോയാൽ എന്താ സംഭവിക്കുന്നത്. മോൾ അതിനൊന്നും പോണ്ട, അതൊക്കെ വളരെ റിസ്ക്കുള്ള കാര്യമാണ്. വെറുതെ എന്തിനാ? തമ്പിക്കും പേടിയായി. തമ്പി പറഞ്ഞു, വേണ്ട മോളെ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വെറുതെ എന്തിനാ? അങ്ങനെ നമുക്ക് കോംപ്രമൈസ് ആക്കി തീർക്കാവുന്നുള്ളൂ. ഇല്ലച്ചാ, ഞാനിതങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. ഈ അപർണ ആരാന്ന് അറിയാൻ പോകുന്നുള്ളൂ. അവരുടെയൊക്കെ വിചാരം എന്താണെന്നറിയാവോ? എന്നെ അവിടെ നിന്ന് ഒഴിവാക്കാനായിട്ടാ ഈ പറയുന്ന അമലും ജാനകി എല്ലാം ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നേ. വസുന്ധര പറഞ്ഞു, ജാനകി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല പോലും. അമ്മയ്ക്ക് അവളോട് പ്രിയമായതുകൊണ്ടാ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ. പക്ഷെ സത്യാവസ്ഥ അതൊന്നും അല്ല. അമ്മയ്ക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാ അവളുടെ സ്വഭാവം. അവൾ ആള് ശരിയല്ല. എൻ്റെ മോളെ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇങ്ങനെ വെറുതെ അവളെ തെറ്റിദ്ധരിക്കരുത്. ജാനകി പാവ, പിന്നെ പാവമാണ് പോലും. അമ്മയ്ക്കല്ലെങ്കിലും അവളോട് ഇത്തിരി സിമ്പതി കൂടല്ലേ. പെട്ടെന്ന് തന്നെ തമ്പി പറഞ്ഞു, മോളെ നീ ഇനി വെറുതെ ഒരു പൊല്ലാപ്പൊന്നും ഉണ്ടാക്കാൻ പോണ്ട. ഇപ്പം വലിയ കുഴപ്പമില്ലാതെയല്ലേ കാര്യങ്ങൾ നീങ്ങുന്നേ. പിന്നെ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ നീങ്ങുന്നു. അച്ഛൻ്റെ അമ്മയുടെ വില അറിയത്തില്ലാത്തവളാ. അതുകൊണ്ടാണ് അവള് എൻ്റെ അച്ഛനെതിരെ കേസ് ഫയൽ ചെയ്യാൻ പോയത്. അല്ലായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമോ? എവിടെയോ ഏതോ ഓർഫനേജിൽ കിടന്നവള്. അവൾക്കൊട്ടുകൂടെ ഒരു പണിയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. വസുന്ധര പറഞ്ഞു, അനാവശ്യമായിട്ട് മോളെ നീ ഇങ്ങനെ സംസാരിക്കരുത്. അച്ഛനും അമ്മയില്ലെന്നും പറഞ്ഞുകൊണ്ട് അവളെ വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്യരുത്. അതെന്താമേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് പൊള്ളിയില്ലോ? അതെ, എനിക്ക് ഇത്തിരി പൊള്ളും. നീ പറയുന്ന ഓരോ വാക്കിനും പിന്നെ നീ എണ്ണി അനുഭവിക്കേണ്ടതായിട്ട് വരും. പിന്നെ അനുഭവിച്ചു പോലും. ആ സമയം തമ്പിക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്നുള്ളൂ. ഇനി നിന്നാൽ കാര്യങ്ങൾ ശരിയാകത്തില്ല. വസുന്ധര എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അതോടുകൂടി തീർന്നു. ആ സമയം തമ്പി പറഞ്ഞു, മോളെ തൽക്കാലത്തേക്ക് നീ ഒന്നിനും പോണ്ട എന്നും പറഞ്ഞ് തമ്പി നൈസായിട്ട് അവിടെ നിന്ന് കൂടെ ഒഴിവായി. ഈ സമയത്ത് അപർണയ്ക്ക് കട്ടക്കലിപ്പ. അപർണ പറഞ്ഞു, ഓ അപ്പം അച്ഛനും ഇപ്പം എന്നെ കൈ ഒഴിഞ്ഞില്ലേ? പക്ഷേ അപർണ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. അപർണ എല്ലാത്തിനും ശരിയാക്കിയിട്ടുള്ളൂ. വസുന്ധര അത്ര സമയമൊക്കെ കടിച്ചു പിടിച്ചൊന്നും മിണ്ടായിരുന്നു. വസുന്ധര ചോദിച്ചു, അല്ല നീ ആരെയോ വെല്ലുവിളിക്കുന്നേ? ജാനകീനെയോ? ജാനകിയെ വെല്ലുവിളിച്ചാൽ നഷ്ടം നിനക്ക് തന്നെ മാത്രമായിരിക്കും. നഷ്ടമോ? എനിക്കൊരു നഷ്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലമ്മേ. അവളെ അളകാപുരി കണ്ടിട്ടാ കിടന്ന് കളിക്കുന്നതെങ്കിലേ അളകാപുരിയിൽ നിന്ന് അവളെ പുറത്താക്കാനുള്ള വിദ്യയൊക്കെ എനിക്കറിയാം. പുറത്താൻ പോകുന്ന നീയായിരിക്കും അപർണെ. നിനക്ക് എന്തറിയാം? നീ മുമ്പേ പറഞ്ഞില്ലേ അച്ഛനും അമ്മയും ഇല്ലാത്തതെന്ന്. ആര് പറഞ്ഞു അവൾക്ക് അച്ഛനും അമ്മയില്ലെന്ന്? അമ്മ എന്താ പറഞ്ഞേ? അവൾക്ക് അച്ഛനും അമ്മയുണ്ടോ? എവിടെ അവളുടെ അച്ഛനും അമ്മയും ഇരിക്കുന്നേ? ഒരു സമയത്ത് അവളെ അമ്മയെ അന്വേഷിച്ച് കുറെ പോക്ക് പോയായിരുന്നു. എന്നിട്ട് ഏതോ ഒരു സ്ത്രീയെ അമ്മയെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നു. എന്നിട്ട് എന്തായി അവസാനം? അപ്പോഴേക്കും വസുന്ധര പറഞ്ഞു, മോളെ നിനക്കാണ് തെറ്റുപറ്റിയിരിക്കുന്നേ. നീ ഇപ്പം ഈ കിടന്ന് ചലിക്കുന്നുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ ജാനകിയുടെ ഔദാര്യം മാത്രമാണ്. നീ ആ വീട്ടിൽ കഴിയുന്നുണ്ടെങ്കിൽ അത് ജാനകിയുടെ ഔദാര്യമാണ്. ജാനകിയുടെ ഔദാര്യമോ? അവളെന്തിനാ എന്നോട് ഔദാര്യം കാണിക്കുന്നേ? ഞാൻ അമലിൻ്റെ ഭാര്യ. പിന്നെ അമലിൻ്റെ ഭാര്യയാണ് പോലും. അമലിന് പോലും നിന്നെ വേണ്ട. സ്വന്തം ഭാര്യയെ വേണ്ട അവന്. അറിയാലോ നീ അത്രമാത്രം ക്രൂരത അവനോട് ചെയ്തിരിക്കുന്നത്. അവൻ നല്ലൊരു ചെറുപ്പക്കാരനെ ഞാൻ മനസ്സിലാക്കിയത്തോളം. പക്ഷേ അവനെ ആ ജാനകി അബിയൊക്കെ മനസ്സിലാക്കാത്ത ഒരേ ഒരു വ്യക്തി നീയാണ്. ഇപ്പോഴും നീ നിന്റെ അച്ഛൻ്റെ വാക്ക് കേട്ട ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിന്റെ അച്ഛൻ്റെ വാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കലും നല്ലൊരു ജീവിതം നിനക്കുണ്ടാകത്തില്ല. നിന്റെ ജീവിതം നശിച്ചു പോകത്തുള്ളൂ. അമ്മേ വെറുതെ അനാവശ്യം പറയരുത്. എൻ്റെ അച്ഛനെക്കുറിച്ച് എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. നിനക്ക് എന്തറിയാം നിന്റെ അച്ഛനെക്കുറിച്ച്? നീ എന്തറിഞ്ഞിട്ടാ പറയണേ? ശരിക്കും നീ ഒന്നും അറിഞ്ഞിട്ടില്ല. നീ അറിയുവാണെങ്കിൽ നീ നിന്റെ അച്ഛനെ വെറുക്കുന്നു. വസുന്ധര പറയണ എന്താ? ഞാൻ എൻ്റെ അച്ഛനെ വെറുക്കാനാ? അതെ, നീ നിന്റെ അച്ഛനെ വെറുക്കത്തേ ഉള്ളൂ. കാരണം എന്താണെന്നറിയോ? നീ മുമ്പേ ജാനകിയെ വിളിച്ച് അധിക്ഷേപിച്ചില്ലേ? അച്ഛനില്ല അമ്മയില്ലാത്ത ആരാന്നൊക്കെ പറഞ്ഞ്. അവൾക്ക് അച്ഛനും ഉണ്ട് അമ്മയുണ്ട്. അല്ല, അമ്മയ്ക്കറിയാം അവളുടെ അച്ഛനാരാ അമ്മയാരാന്നൊക്കെ? എനിക്കറിയാം. നീ മുമ്പേ വിളിച്ച് അധിക്ഷേപിക്കുന്ന സമയത്തൊക്കെ ഞാൻ പിന്നെ മിണ്ടാതിരുന്ന. നിന്റെ അച്ഛൻ ചെയ്തൊരു കൊടിയ പാവത്തിൻ്റെ ഫലവാ. എൻ്റെ അച്ഛൻ ചെയ്ത് കൊടിയ പാവോ? നീ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? ആ രാധാമണി വരസൻ എന്ന് പറഞ്ഞ സ്ത്രീയെ നിന്റെ അച്ഛൻ നശിപ്പിച്ചിട്ടിരുന്നോ? അതൊക്കെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ആ സ്ത്രീയെ നിന്റെ അച്ഛൻ നശിപ്പിച്ച കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അവരുണ്ടല്ലോ ആ രാധാമണി വരസൽ, അവരെൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ.
അപ്പോഴേക്കും അപർണ പറഞ്ഞു, കള്ളം, പച്ചക്കള്ളം, അതൊക്കെ വെറുതെ പറയുന്ന അവര് അമ്മയുടെ അച്ഛനെയും കൂടെ തെറ്റിക്കാൻ പറയുന്ന കാര്യങ്ങളാ. അല്ല മോളെ, സത്യമായിട്ടുള്ള കാര്യമാണ്. അതിന് ജീവിച്ചിരിക്കുന്ന ഒരു തെളിവും കൂടെ ഉണ്ട്. ജീവിച്ചിരിക്കുന്ന തെളിവോ? അതാരാ? അതാണ് ജാനകി. അതെങ്ങനെ തെളിവാകും ജാനകി? ജാനകി എങ്ങനെ തെളിവാകും? അതെ, രാധാമണിയിലും നിന്റെ അച്ഛനിലും പറഞ്ഞതാണ് ജാനകി. ജാനകി നിന്റെ സഹോദരിയാന്ന് പറയണ. സഹോദരി? അമ്മ എന്തൊക്കെയാ പറയണേ? നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, നിന്റെ അച്ഛനോട് പോയി ചോദിച്ചു നോക്ക്. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് DNA ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് ചെയ്തു നോക്ക്. അപ്പോഴറിയാം ഞാൻ പറഞ്ഞ കള്ളമാണോ അതോ സത്യമാണോ എന്നുള്ളത്. ശരിക്കും നിന്റെ അച്ഛനൊരു മനുഷ്യമൃഗമാണ്. നിന്റെ അച്ഛൻ നശിപ്പിച്ച രാധാമണി വരസരെ അവരിൽ പിറന്നതാണ് ജാനകി. പക്ഷെ ജാനകിക്ക് ഈ സത്യങ്ങളൊക്കെ നേരത്തെ അറിയാം. ജാനകി ഇതെല്ലാം അറിഞ്ഞിട്ടാണ് നിന്നെ ഒരു കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച് നിന്നെ ഒരു സഹോദരിയായിട്ട് കണ്ട് നിന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് മനസ്സിലാകാതെ പോയ ആൾ നീയാ. ഇത് കേട്ടതും അപർണയ്ക്ക് സഹിച്ചില്ല. അപർണ ഒട്ടും പ്രതീക്ഷ കാര്യമല്ലായിരുന്നത്. അപർണ ചോദിച്ചു, ദേ അമ്മേ, വെറുതെ അനാവശ്യം പറയരുത്. ജയിക്കാൻ വേണ്ടിയിട്ട് അമ്മ എൻ്റെ മുന്നിൽ ഓരോ അടവും അഭ്യാസം എടുക്കരുത്. ഞാനോ? ഞാൻ എന്തിനാ നിന്റെ മുന്നിൽ ജയിക്കാനായിട്ട് ഇങ്ങനെ അടവും അഭ്യാസമൊക്കെ കാണിക്കുന്നേ? അതിൻ്റെ ആവശ്യം എനിക്ക് എന്തായിരിക്കുന്നേ? ഞാൻ നിന്റെ പെറ്റമ്മയാ. പോരാത്തതിന് നിന്റെ അച്ഛൻ്റെ ഭാര്യയും കൂടെയാ. അപ്പൊ പിന്നെ എനിക്ക് നിന്റെ മുന്നിൽ കള്ളത്തരം പറയേണ്ട കാര്യമില്ല. സ്വന്തം ഭർത്താവിനെ കുറിച്ച് ഇങ്ങനൊരു അപഖ്യാതി പറഞ്ഞു പരത്തേണ്ട കാര്യം എന്താ? അതും സ്വന്തം മോളോട്. അതിൻ്റെ ആവശ്യം എനിക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിനക്ക് തന്നെ മനസ്സിലാകും. പിന്നെ രാധാമണി എന്തുകൊണ്ടാ നിന്റെ അച്ഛനെ വെറുതെ വിട്ടാൽ നിനക്ക് മനസ്സിലായോ? നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. രാധാമണിയെ നശിപ്പിച്ചാണ് അയാൾ. പക്ഷെ ജാനകി ഉപദ്രവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം സ്വന്തം ചോരയെ തന്നെ അയാൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചേ. അയാൾ ഇല്ലാതാക്കാൻ ശ്രമിച്ച് ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഭയന്നിട്ട് മാത്രമാണ് രാധാമണി ഒന്നും മിണ്ടായിരുന്നേ. പക്ഷെ ഇനി രാധാമണി ശബ്ദിക്കും. ഇനി ജാനകിക്ക് നേരെ ചെറുവിരൽ അനക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് രാധാമണി അതിനെ ശക്തമായിട്ട് പ്രതികരിച്ചിരിക്കും. അങ്ങനെ അവരിറങ്ങി തിരിച്ച് കോടതിയിൽ ഒരു കേസോട് ഫയൽ ചെയ്താണ്ടല്ലോ, നിന്റെ അച്ഛനാണ് തൂങ്ങാൻ പോകുന്നത്. 25 വർഷം മുമ്പ് നടന്ന ആ കാര്യം അത് വീണ്ടും കുത്തിപ്പോയിക്കൊണ്ട് വന്നാൽ നിന്റെ അച്ഛൻ ജയിലിൽ കിടക്കും. അത് 100% ഉറപ്പാ. ഈ സമയം അത് കേട്ടിട്ട് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല അപർണയ്ക്ക്. അപർണ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം വരുന്നത്. അപർണയ്ക്ക് സങ്കടവും ദേഷ്യമൊക്കെ വന്നു. എന്താ സത്യം ഇതൊന്നും അറിയത്തില്ല. അപർണ നേരെ തമ്പിയുടെ മുറിയിലേക്ക് അങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പോൾ തമ്പി മദ്യപിക്കാൻ തുടങ്ങുമായിരുന്നു. തമ്പിക്ക് ആ പാടെ ഫ്രസ്ട്രേഷനായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. ഒരു പക്ഷേ അപർണ എങ്ങനെ സത്യങ്ങളൊക്കെ അറിഞ്ഞ് എങ്ങനെയായി തീരും, ആ ഒരു ചിന്ത മനസ്സിലുണ്ട്. വസ്ത്രേതരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ആ ഒരു ചിന്തയായിരുന്നു. അപ്പോഴേക്കും അപർണ അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു, സത്യം പറച്ചാ, ഞാൻ അറിഞ്ഞ കാര്യം അത് സത്യമാണോ എന്നൊക്കെ എനിക്ക് അറിയണം. എന്താ മോളെ കാര്യം? എന്താ? അല്ല, അച്ഛൻ്റെ മോളാണോ ആ ജാനകി? സത്യം പറച്ചാന്ന് പറഞ്ഞുകൊണ്ട് തമ്പിയുടെ കോളറിന് അങ്ങോട്ട് കയറി കുത്തിപ്പിടിച്ചു. ഒരു കയ്യിൽ തമ്പിയുടെ മദ്യമായിരുന്നു. മദ്യമൊക്കെ കയ്യിൽ നിന്ന് തൊടുമ്പി താഴെ പോവാണ്. സത്യം പറഞ്ഞു, അതാ അച്ഛന് നല്ലത്. അതെ, അച്ഛനും ആ രാധാമണി വത്സരം എന്ന സ്ത്രീക്കും ജനിച്ചവളാണോ ജാനകി? എനിക്ക് അറിയണം. അച്ഛൻ്റെ നാവിൽ നിന്ന് തന്നെ അതിൻ്റെ സത്യം അറിയണം. ഒടുവിൽ തമ്പി പറഞ്ഞു, അത് പിന്നെ മോളെ, ഞാൻ എൻ്റെ അടുത്ത് കള്ളത്തരം പറയാൻ നിൽക്കണ്ട. സത്യാവസ്ഥ മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഇത്രയും കാലം അച്ഛൻ എന്നോട് കള്ളത്തരം പറയുമായിരുന്നു, അതെനിക്കറിയണം. ഒടുവിൽ തമ്പി പറഞ്ഞു, അത് പിന്നെ മോളെ, അങ്ങനെ സംഭവിച്ചു പോയി. രാധാമണിയുടെ എൻ്റെ മോളാണ് ജാനകി. ഇത് കേട്ടതും അപർണ തമ്പിയുടെ കോളറിലെ ആ പിടി അങ്ങോട്ട് വിട്ടു. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയില്ല. ഇത്രയും കാലം താൻ ശത്രുവായിട്ട് കണ്ടിരുന്നതാണ്, തൻ്റെ സഹോദരിയാണ്. അതും ജാനകിക്കെല്ലാം അറിയായിരുന്നു. എല്ലാം അറിഞ്ഞിട്ടും ഇന്ന് വരെ ജാനകി അതിനെക്കുറിച്ചൊരു ക്ലൂ പോലും കൊടുത്തിട്ടില്ല. അതിനേക്കാളുപരി വസനാമ്മ പറഞ്ഞൊരു കാര്യം, ആ കുടുംബത്തിൽ നിനക്കും അജയ്ക്കും അല്ലാതെ ബാക്കി എല്ലാവർക്കും ഈ സത്യങ്ങൾ അറിയാം. നിരഞ്ജനയ്ക്ക് പോലും അറിയാം. അബയ്ക്കും നിരഞ്ജനയ്ക്കും പ്രഭാവതി അമ്മയ്ക്കും ഒക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ജാനകി തൻ്റെ അച്ഛൻ്റെ മോളാന്നുള്ള കാര്യം. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും അപർണയ്ക്ക് സഹിച്ചില്ല. അപർണ പെട്ടെന്ന് തമ്പിയുടെ കോളർന്ന് ഒന്നുകൂടെ കയറി കുത്തിപ്പിടിച്ചു. എന്താച്ചാ പറഞ്ഞേ? അപ്പം ഇത്രയും കാലം എന്നെ വഞ്ചിക്കുമായിരുന്നില്ലേ? അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു ദുഷ്ടനായിരുന്നില്ലേ? അല്ല മോളെ, അത് പിന്നെ ഞാൻ വേണ്ട, നിങ്ങൾ എനിക്കിനി കാണണ്ട. ഇത്രയും കാലം ഞാൻ നിങ്ങളെ അച്ഛനെന്ന് വിളിച്ചല്ലോ. ഇപ്പം എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. ഇതിനേക്കാളും 100 ഭേദവാ ആളകാപുരി വീട്ടിലുള്ളവര്. പക്ഷേ ഇത് ഞാൻ പൊറുക്കത്തില്ല, ഒരിക്കലും എനിക്ക് പൊറുക്കാൻ പറ്റില്ല. ഇത്രയും വലിയൊരു ചതി എന്നോട് ചെയ്ത നിങ്ങൾ എനിക്കിനി കാണുക പോലും വേണ്ട. അതും പറഞ്ഞുകൊണ്ട് അപർണ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെടുക. അപർണ വീട്ടിൽ വന്ന് കയറിയത് എങ്ങനെയാന്ന് പോലും അപർണയ്ക്ക് അറിയില്ല. ആ സമയത്ത് തമ്പിക്ക് ടെൻഷനായി. ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. വീട്ടിലാണെങ്കിലോ ജാനകിയും രാധാമണി ഭയങ്കര സന്തോഷത്തില്ല. അന്ന് രാധാമണി ഒരു പായസമൊക്കെ ഉണ്ടാക്കി ജാനകിയുടെ അടുത്തേക്ക് എന്നിട്ട്, മോളെ ഇത് കുടിച്ചു നോക്ക്, ഞാനൊരു പാൽപ്പായസം ഉണ്ടാക്കിയതാ, മോൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, അമ്മ തന്നെ കോരി തന്നാൽ മതി. അങ്ങനെ ജാനകിക്ക് രാധാമണി വായി വെച്ച് കോരി കൊടുക്കുവാണ്, സ്പൂണും കൊണ്ട് കോരി കൊടുക്കുവാണ്.
അപ്പോഴേക്കുമാണ് അപർണ അങ്ങോട്ട് കയറി വരുന്നത്. അപർണ വരുമ്പോൾ ആ ഒരു രംഗമോ കാണുന്നത്. അത് കണ്ടപ്പോൾ അപർണ ഒരു നിമിഷം അവരെ തന്നെ നോക്കിയിരുന്നു, അവരുടെ സ്നേഹവും കാര്യങ്ങളൊക്കെ. അപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരി തന്നെയാണ്. തൻ്റെ സഹോദരിയാണ് ഇവള്, രാധാമണി വരച്ചയുടെ മോള് തന്നെയാണ്. കണ്ടില്ല ആ സ്നേഹമൊക്കെ. ഒരു നിമിഷം അപർണയ്ക്ക് സങ്കടം വന്നു. കരച്ചിലാണോ എന്താണെന്നറിയത്തില്ല. താൻ ഇത്ര നാളും യുദ്ധമാണ് നടത്തിയിരുന്നത്. ഒരുപക്ഷെ ആ ഇന്ദ്രജ പറഞ്ഞ സത്യമായിരിക്കും. ഇന്ദ്രജയ്ക്കൊക്കെ കാര്യങ്ങൾ അറിയായിരിക്കും, തൻ്റെ സഹോദരിയാണ് ജാനകി എന്നുള്ള കാര്യം. ഇപ്പം താനാണ് ശരിക്കും വിഡ്ഢിയായി പോയത്. അപർണയ്ക്ക് തന്നോട് തന്നെ പുച്ഛം തോന്നുവാണ്. അപർണ കുറേ സമയം നോക്കി നിൽക്കുമ്പോഴത്തേനും ജാനകി ചോദിച്ചു, അല്ല ഇതെന്താ അപർണ ഇത് എപ്പോൾ വന്നു, ഇതെന്താ ഇങ്ങനെ നോക്കണേന്ന് ചോദിച്ചു. പക്ഷെ അപർണയൊന്നും മിണ്ടിയില്ല. അപർണയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്ന് അപർണ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അപ്പോഴേക്കും എന്തോ ഒരു പന്തികേട് ജാനകിക്കും രാധാമണിക്കും തോന്നി. മുമ്പത്തെ അപർണയല്ല, എന്തേലും പറയണ്ട അവള്. പക്ഷെ അവളൊന്നും പറഞ്ഞില്ല, തട്ടിക്കേറും ഒന്നും ചെയ്തില്ല. എന്തോ തക്കതായ കാരണം ഉണ്ടെന്ന് മനസ്സിലായി. എന്താണെന്ന് അറിയത്തില്ല. വീട്ടിൽ പോയി വന്നതിന് ശേഷം മനമാറ്റമാണെന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന നെക്സ്റ്റ് വീക്ക് പ്രൊമോയ. എന്തായാലും അടുത്ത ആഴ്ച അവസാനത്തോടു കൂടിയൊക്കെ ജാനകിയുടെ അബിയുടെ വീട് ഏകദേശം ക്ലൈമാക്സിലേക്ക് എത്തും കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.